നമസ്കാരം. പ്രൊഫഷണൽ സെക്യൂരിറ്റി ക്യാമറകളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? ഒരുപക്ഷേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു സാധാരണ ക്യാമറയായിരിക്കും, അല്ലേ? പക്ഷേ അതിനപ്പുറം വളരെ സങ്കീർണമായ ഒരു ലോകമുണ്ട്. ആ ലോകം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നതുപോലെയുള്ള വലിയ എയർപോർട്ടുകളും തുറമുഖങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടങ്ങളിലൊക്കെ എത്രത്തോളം നിരീക്ഷണം വേണ്ടിവരും? ഇത് വെറുതെ അവിടെയും ഇവിടെയും കുറച്ച് ക്യാമറകൾ വെക്കുന്നതിലും എത്രയോ അപ്പുറമാണ്. അപ്പോൾ എന്തായിരിക്കും ഇത്രയും വലിയൊരു സിസ്റ്റത്തിന് പിന്നിൽ? അതിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഒരു CCTV സിസ്റ്റം എന്ന് പറയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണിന്റെ ശക്തി കൂട്ടുന്ന ഒരു സംവിധാനമാണ്. അതായത് കുറച്ചാളുകൾക്ക് നോക്കാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ വലിയൊരു സ്ഥലം 24 മണിക്കൂറും നിരീക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇത് വെറും റെക്കോർഡിംഗ് അല്ല, അല്ലേ? അതിലുപരി ഒരേ സമയം പല കാര്യങ്ങൾ അറിയാനും പ്രതികരിക്കാനുമുള്ള ഒരു വഴിയാണ്. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു കാര്യം ആദ്യമേ പറയാം. ഏറ്റവും നല്ലൊരു സിസ്റ്റം തുടങ്ങുന്നത് ഏറ്റവും വില കൂടിയ ക്യാമറ വെച്ചിട്ടല്ല, മറിച്ച് നല്ലൊരു പ്ലാനോടുകൂടിയാണ്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളാണ് ഇതിൻ്റെയൊക്കെ ചുമതലയിലെന്ന്. നിങ്ങൾ ആദ്യം പോയി ക്യാമറ വാങ്ങിക്കൊണ്ടുവരുമോ? അല്ല. നിങ്ങളാദ്യം കുറേ ചോദ്യങ്ങൾ ചോദിക്കും. എന്തിനെയാണ് നമ്മൾ സംരക്ഷിക്കാൻ നോക്കുന്നത്? എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ സാധ്യത? ഈ ചോദ്യങ്ങളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. പ്രൊഫഷണലുകൾ ഈ കാര്യത്തെ സമീപിക്കുന്നത് വളരെ ചിട്ടയോടെയാണ്. ആദ്യം തന്നെ അവരൊരു ടീമിനെ ഉണ്ടാക്കും. സെക്യൂരിറ്റിയിലുള്ള ആളുകൾ, മെയിൻ്റനൻസ് നോക്കുന്നവർ, IT ടീം, അങ്ങനെ പല മേഖലയിലുള്ളവരെല്ലാം ചേർന്നൊരു ടീം. അതിനുശേഷം ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കും. പിന്നെ ആ സ്ഥലം മുഴുവൻ വിശദമായി പഠിക്കും. ഇതൊക്കെ എപ്പോഴാണെന്നൊക്കിലോ ഒരൊറ്റ ഉപകരണം പോലും വാങ്ങുന്നതിന് മുൻപ്. ഒരു സൈറ്റ് സർവേ എന്ന് പറയുമ്പോൾ എന്തൊക്കെ നോക്കും എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണിത്. ക്യാമറ എവിടെ വെക്കണം, ആൾക്കാർ എവിടെ കൂടിയാ വരുന്നത്, പോകുന്നത്, പകലും രാത്രിയും എത്രത്തോളം വെളിച്ചമുണ്ടാകും, ക്യാമറയ്ക്ക് പവർ എവിടെ നിന്ന് കൊടുക്കും, വീഡിയോ സിഗ്നൽ എങ്ങനെയാണ് മോണിറ്ററിലേക്ക് എത്തിക്കുക. കണ്ടില്ലേ, ഓരോ ചെറിയ കാര്യവും ഇവിടെ വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഹാർഡ്വെയറിലേക്ക് വരാം. ഒരു സിസ്റ്റത്തിന്റെ കണ്ണെന്ന് പറയുന്നത് ക്യാമറയാണല്ലോ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എല്ലാ കണ്ണുകളും ഒരുപോലെയല്ല. ഓരോ സാഹചര്യത്തിനും ചേർന്ന ഓരോ തരം കണ്ണുകൾ വേണം. ഇവിടെ നമുക്ക് പ്രധാനമായും 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന് ഫിക്സഡ് ക്യാമറ, പേരുപോലെ തന്നെ അത് ഒരൊറ്റ സ്ഥലത്തേക്ക് മാത്രം നോക്കിയിരിക്കും, ഒരു ഗേറ്റ് പോലെ. അടുത്തതാണ് PTZ ക്യാമറ. ഇതിനെ നമുക്ക് ഇഷ്ടം പോലെ തിരിക്കാം, മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കാം, പിന്നെ സൂം ചെയ്യാം. അപ്പോൾ ഒരു സംഭവത്തെ ഫോളോ ചെയ്യണമെങ്കിൽ ഇതിന് പറ്റും. ഇനി ഈ ക്യാമറകൾ എങ്ങനെയാണ് ഡാറ്റ അയക്കുന്നതെന്ന് നോക്കാം. പഴയ അനലോഗ് ക്യാമറകൾ നമ്മുടെ വീട്ടിലെ പഴയ കേബിൾ TV കണക്ഷൻ പോലത്തെ കേബിളുകളാണ് ഉപയോഗിക്കുന്നത്. വിശ്വസിക്കാം, പക്ഷേ അത്ര ഫ്ലെക്സിബിൾ അല്ല. എന്നാൽ പുതിയ IP ക്യാമറകൾ അങ്ങനെയല്ല. അവ ഇന്റർനെറ്റ് വഴിയാണ് ഡാറ്റ അയക്കുന്നത്. അതിന്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ നമുക്ക് ലോകത്ത് എവിടെയിരുന്നും ദൃശ്യങ്ങൾ കാണാം, ക്വാളിറ്റിയും കൂടുതലായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷൻ നിർബന്ധമാണ്. ഇനി ചില സ്പെഷ്യൽ ക്യാമറകളുണ്ട്. ഉദാഹരണത്തിന് തെർമൽ ക്യാമറകൾ. ഇവയ്ക്ക് കാണാൻ വെളിച്ചം വേണ്ട, അവ കാണുന്നത് ചൂടാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നല്ലേ? കനത്ത മൂടൽമഞ്ഞിലോ പുകയിലോ അല്ലെങ്കിൽ കട്ട ഇരുട്ടിലോ ഒരു സാധാരണ ക്യാമറയ്ക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ചൂട് തിരിച്ചറിഞ്ഞ് തെർമൽ ക്യാമറയ്ക്ക് ആളെ കണ്ടെത്താൻ പറ്റും. ക്യാമറ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബോക്സ് മാത്രമാണ്. അതിൻ്റെ യഥാർത്ഥ ശക്തി, അതിൻ്റെ കാഴ്ച വരുന്നത് ലെൻസിൽ നിന്നാണ്. എത്രത്തോളം വെളിച്ചം ക്യാമറയുടെ സെൻസറിലേക്ക് എത്തണമെന്ന് തീരുമാനിക്കുന്നത് ഈ ലെൻസാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണിത്. ഈ F നമ്പർ എന്നൊക്കെ കേട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. നമ്മൾ ഇരുട്ടത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് വികസിക്കില്ലേ, കൂടുതൽ വെളിച്ചം കിട്ടാൻ വേണ്ടി? അതുപോലെയാണ് ഇതും. F നമ്പർ കുറവാണെങ്കിൽ ലെൻസിന്റെ ഓപ്പണിംഗ് വലുതായിരിക്കും, കൂടുതൽ വെളിച്ചമുള്ളിലേക്ക് വരും. അപ്പോൾ വെളിച്ചം കുറഞ്ഞ സാഹചര്യങ്ങളിലും നല്ല ക്ലിയർ ചിത്രം കിട്ടും. ലെൻസിന്റെ ക്വാളിറ്റി എത്രത്തോളം പ്രധാനമാണെന്ന് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇടതുവശത്ത് നോക്കൂ, ഒരു സാധാരണ ലെൻസിൽ നേരെയിരിക്കുന്ന ലൈനുകളൊക്കെ വളഞ്ഞിരിക്കുന്നതായി കാണാം. ഇതിനെയാണ് ബാരൽ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. എന്നാൽ വലതുവശത്ത് ഒരു നല്ല ക്വാളിറ്റിയുള്ള ലെൻസ് ഉപയോഗിക്കുമ്പോൾ ആ പ്രശ്നമില്ല. സൂക്ഷ്മമായ വിവരങ്ങൾ കിട്ടേണ്ട ഒരു സാഹചര്യത്തിൽ ഈ വ്യത്യാസം വളരെ വലുതാണ്, അല്ലേ? ഒരു പ്രൊഫഷണൽ സിസ്റ്റം എപ്പോഴും കൃത്യമായിരിക്കണം. അതിനുവേണ്ടി ടെക്നീഷ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്, ഒരു ഫോക്കസ് ചാർട്ട്. ഇതുപയോഗിച്ച് അവർ ബാക്ക് ഫോക്കസ് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. അതിന് ഗുണമെന്താണെന്ന് വെച്ചാൽ ലെൻസ് സൂം ചെയ്താലും ഇല്ലെങ്കിലും ചിത്രം എപ്പോഴും നല്ല ഷാർപ്പായിരിക്കും. ഇതൊക്കെയാണ് ഒരു പ്രൊഫഷണൽ സിസ്റ്റത്തെ സാധാരണ ക്യാമറകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ശരി, അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ നല്ലൊരു പ്ലാനുണ്ട്, ശരിയായ ക്യാമറയുണ്ട്, നല്ല ലെൻസുമുണ്ട്. ഇനി ഇതെല്ലാം കൂടി എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഒരു സിസ്റ്റത്തിന്റെ നാഡീവ്യൂഹം പോലെയാണിത്.
ഈ ഡയഗ്രാം നോക്കിയാൽ സംഭവം സിമ്പിളായിട്ട് മനസ്സിലാകും. ക്യാമറ ദൃശ്യങ്ങൾ പകർത്തുന്നു, ആ ദൃശ്യങ്ങൾ ഒരു റെക്കോർഡറിലേക്ക് പോകുന്നു, അവിടെ നിന്നത് മോണിറ്ററുകളിൽ കാണാം, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യാം, അതുമല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി നമുക്ക് എവിടെയിരുന്നും കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ശരീരത്തിന്റെ ഉദാഹരണം ഒന്നുകൂടി എടുത്താൽ, ഇവിടെ കേബിളുകളാണ് ഞരമ്പുകൾ. അവരാണ് ക്യാമറയിൽ നിന്നുള്ള വിവരങ്ങൾ തലച്ചോറിലേക്ക് എത്തിക്കുന്നത്. റെക്കോർഡറും മോണിറ്ററുമാണ് ആ തലച്ചോറ്. അവിടെയാണ് ഈ വിവരങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലാക്കുന്നത്. ഇനി പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ക്യാമറയും ഏറ്റവും നല്ല മോണിറ്ററും വാങ്ങിയെന്ന് വെക്കുക. പക്ഷേ അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിൾ മോശമാണെങ്കിൽ ആ സിസ്റ്റം കൊണ്ട് ഒരു കാര്യവുമില്ല. ഒരു ചങ്ങലയിലെ ഓരോ കണ്ണിയും ഒരുപോലെ ശക്തമായിരിക്കണം എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇതും. അപ്പോ ഓർക്കേണ്ട ഒരേയൊരു കാര്യം ഇതാണ്: ഇത് കുറേ ഉപകരണങ്ങളുടെ ഒരു കൂട്ടമല്ല, ഇതൊരു ഒറ്റ സിസ്റ്റമാണ്. ഒരു ചെറിയ കേബിൾ മുതൽ കൺട്രോൾ റൂമിലെ വലിയ സ്ക്രീൻ വരെ ഇതിലെ ഓരോ ഭാഗത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഓരോന്നും മറ്റൊന്നിനെ സ്വാധീനിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: ഒരു CCTV സിസ്റ്റത്തിന്റെ വിജയം എന്നത് അതിനുവേണ്ടി എത്ര പണം മുടക്കി എന്നതിലല്ല, മറിച്ച് എത്ര നന്നായി അത് ഡിസൈൻ ചെയ്തു എന്നതിലാണ്. കൃത്യമായൊരു പ്ലാനിങ്ങിലൂടെ ഓരോ ആവശ്യവും മനസ്സിലാക്കി അതിന് ചേർന്ന ഉപകരണങ്ങൾ തെരഞ്ഞെടുത്ത് ഒരുമിപ്പിക്കുമ്പോഴാണ് ഒരു മികച്ച സിസ്റ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഒരു സെക്യൂരിറ്റി ക്യാമറ കാണുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അത് എങ്ങോട്ടാണ് തിരിച്ചു വച്ചിരിക്കുന്നത്? അത് ഫിക്സ്ഡ് ആണോ, അതോ ചലിപ്പിക്കാൻ പറ്റുന്ന PTZ ആണോ? അതിന് പിന്നിൽ എത്ര വലിയൊരു പ്ലാനിംഗ് നടന്നിട്ടുണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നിങ്ങളൊരു ക്യാമറ കാണുമ്പോൾ എന്തായിരിക്കും ശ്രദ്ധിക്കാൻ പോകുന്നത്?